ഹായ് ഹലോ എവ്രി വൺ. യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ +1 ബയോളജിയിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. വേറൊന്നുമല്ല, ചാപ്റ്ററിന്റെ പേര് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്നാണ്. നമ്മുടെ മൈറ്റോസിസും മിയോസിസ് ഒക്കെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടെയാണ് നമുക്ക് ഈ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ 2-3 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. പക്ഷെ ആ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ എന്താണ്, കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് എക്സാമിന് ഒരു ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗം കൂടെയാണ് നമ്മുടെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രധാനപ്പെട്ട ഭാഗം. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് സെൽ സൈക്കിൾ എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത്. എന്താണ് സെൽ സൈക്കിൾ? സെൽ സൈക്കിൾ ഇസ് ദ ലൈഫ് പീരീഡ് ഓഫ് എ സെൽ ഡ്യൂറിംഗ് വിച്ച് സെൽ സിന്തസൈസ് DNA. ഒരു സെല്ല് ജനിക്കുന്നത് മുതൽ അവസാനിക്കുന്നത് വരെയുള്ള ആ ഒരു ടൈം ഡ്യൂറേഷനെയാണ് നമ്മൾ സെൽ സൈക്കിൾ എന്ന് പറയുന്നത്. റെപ്ലിക്കേഷൻ ടൈം ആണ്. ആ ഒരു ടൈമിലാണ് സെൽസിനകത്ത് DNA ഉണ്ടാകുന്നത്, DNA സിന്തസൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത്, ഗ്രോ ചെയ്യുന്നത്, സെൽസ് വളരുന്നത്, ആൻഡ് വിച്ച് ഡിവൈഡ്സ് ഇൻടു 2 ഡോട്ടർ സെൽസ്. അതിൽ നിന്ന് ഒരു സെല്ലിൽ നിന്ന് 2 ഡോട്ടർ സെല്ലുകൾ ഉണ്ടാകുന്നതെല്ലാം ഈ പറയുന്ന സെൽ സൈക്കിൾ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ പോകുമ്പോഴാണ്. ഇനി സെൽ ഗ്രോത്ത്, സൈറ്റോപ്ലാസ്മിക് ഇൻക്രീസ് ആണ്, ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. അതായത് നമ്മുടെ സെല്ലിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് ആണ്. ആൻഡ് DNA സിന്തസിസ് ഒക്കേഴ്സ് ഓൺലി അറ്റ് എ സ്പെസിഫിക് സ്റ്റേജ്. ഈ വളർച്ചാ ഘട്ടത്തിൽ എപ്പോഴും DNA ഉണ്ടായിക്കൊണ്ടിരിക്കുന്നില്ല. ഈ വളർച്ചാ ഘട്ടത്തിൽ ചില സമയങ്ങളിൽ മാത്രം എന്താണ് DNA സിന്തസൈസ് നടക്കുന്നതായിട്ടാണ് നമ്മളോട് പറയുന്നത്. ആൻഡ് ഡ്യൂറേഷൻ ഓഫ് എ സെൽ സൈക്കിൾ വേരീസ് ഇൻ ഈച്ച് ഓർഗാനിസം. ഇപ്പോൾ ഒരു ഓർഗാനിസത്തിലെ പോലെയല്ല മറ്റൊരു ഓർഗാനിസത്തിലേക്ക് വരുമ്പോൾ എന്താണ് ഈ പറയുന്ന സെൽ സൈക്കിളിന്റെ ഡ്യൂറേഷൻ മാറിക്കൊണ്ടിരിക്കാം. മനസ്സിലായോ? യൂക്യാരിയോട്സിലും പ്രോക്യാരിയോട്സിലൊക്കെ വരുമ്പോൾ യെസ്, ഡ്യൂറേഷൻസ് പല ഡ്യൂറേഷൻസ് ആയിരിക്കും. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫേസസ് ഓഫ് സെൽ സൈക്കിൾ. ഒരു സെൽ സൈക്കിളിൽ വരുന്ന ഫേസുകൾ ഏതൊക്കെയാണ്? മെയിൻ ആയിട്ട് 2 ഫേസുകളാണ് നമുക്ക് പറയുന്നത്. സെൽ സൈക്കിളിന് 2 ബേസിക് ഫേസുകളുണ്ട്. ഒന്നാമത്തേത് ഇന്റർഫേസും രണ്ടാമത്തേത് എം ഫേസും ആണ്. അപ്പോൾ ഇന്റർഫേസും എം ഫേസും ആണ് നമുക്ക് വരുന്നത്. ഇതിനകത്ത് ഒരു പിക്ചർ കാണാം നമുക്ക്. എന്തിന്റെയാണ്? നമ്മുടെ സെൽ സൈക്കിളിന്റെ പിക്ചർ ആണ്. ഇതിൽ നോക്കിയാൽ നേരത്തെ പറഞ്ഞ എം ഫേസ് ഇവിടെ കാണാം. ഈ ഒരു പീസ് ഈ ഒരു റേഡിയസിനകത്ത് മാത്രം വരുന്ന ഈ ഒരു പീസ്, ഈ ഒരു സെക്ടറിൽ വരുന്നതാണ് എം ഫേസ് എന്ന് പറയുന്നത്. എം ഫേസിന് നമുക്ക് ഒരു ഫുൾ നെയിം ഇട്ട് വിളിക്കാൻ പറ്റും. ദാറ്റ് ഈസ് മൈറ്റോട്ടിക് ഫേസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ആൻഡ് ഇവിടെ മുതൽ ഈ എം ഫേസ് തീരുന്നത് മുതൽ ഇവിടെ വരെയുള്ള മൊത്തം ഡ്യൂറേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർഫേസ് എന്ന് വിളിക്കുന്നത്. ഇന്റർഫേസ് എന്ന് വിളിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഈ ഒരു പീസ് ഓഫ് സെക്ടർ ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ പോർഷനെ നമ്മൾ ഇന്റർഫേസ് എന്ന് വിളിക്കും. ആ ഒരു ചെറിയ പോർഷനെ മാത്രം എം ഫേസ് അല്ലെങ്കിൽ മൈറ്റോട്ടിക് ഫേസ്, മൾട്ടിപ്ലിക്കേഷൻ ഫേസ് ആണത്, മൈറ്റോട്ടിക് ഫേസ് എന്ന് വിളിക്കും. ഇനി നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി, ഇതിനകത്തൊരു G1 കാണാൻ പറ്റും, S കാണാൻ പറ്റും, G2 കാണാൻ പറ്റും, ഇവിടെ ആയിട്ടൊരു G0 കാണാൻ പറ്റും. ഇവരെല്ലാവരും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ആളുകളാണ്. ഈ ഇന്റർഫേസിനകത്താണ് G1 ഉം S ഉം G2 കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിലിംഗ് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഓരോരുത്തരെ ഡീറ്റെയിൽ ആയിട്ട്. അവിടെ ഇന്റർഫേസ് ആണ് പറയുന്നത്, റെസ്റ്റിംഗ് ഫേസ് ആണ് കേട്ടോ മക്കളെ. ഇന്റർഫേസ് എന്ന് പറഞ്ഞ റെസ്റ്റിംഗ് ഫേസ് ആണ്. സോ ഇന്റർഫേസ് ഇസ് എ ഫേസ് ബിറ്റ്വീൻ 2 സക്സസീവ് എം ഫേസ്. 2 സക്സസീവ് ആയിട്ടുള്ള മൈറ്റോട്ടിക് ഫേസുകൾക്ക് ഇടയിലുള്ള ആ ഒരു ഫേസിന്, അതായത് ഒരു തവണ എം ഫേസ് കഴിഞ്ഞ് അടുത്ത എം ഫേസ് നടക്കുന്നത് വരെയുള്ള ആ ഡ്യൂറേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്റർഫേസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ സെൽ ഗ്രോത്ത് ആൻഡ് DNA സിന്തസിസ്. ആ ഒരു ഇടയിലുള്ള ഗ്യാപ്പിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്? സെല്ലിന്റെ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്, അതിനകത്ത് DNA സിന്തസൈസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ലാസ്റ്റ് മോർ ദാൻ 95% ഓഫ് ദി ഡ്യൂറേഷൻ ഓഫ് എ സെൽ സൈക്കിൾ. ഒരു സെൽ സൈക്കിളിന്റെ 100% ഡ്യൂറേഷൻ എടുത്താൽ അതിൽ മോർ ദാൻ 95% അല്ലെ, 95% അധികവും ഡ്യൂറേഷൻ വരുന്നത് എവിടെ തന്നെയാണ്? നമ്മുടെ ഇന്റർഫേസിലാണ്. ഇന്റർഫേസ് വലിയൊരു ഫേസ് ആണ്. ഈ പറഞ്ഞ വലിയ ഇന്റർഫേസിന് 3 സബ് ഫേസുകളുണ്ട്. G1 ഫേസ് അല്ലെങ്കിൽ ഗ്യാപ്പ് 1 ഫേസ്, S ഫേസ് അല്ലെങ്കിൽ സിന്തസിസ് ഫേസ്, ആൻഡ് G2 ഫേസ് അല്ലെങ്കിൽ ഗ്യാപ്പ് 2 ഫേസ്. അങ്ങനെ 3 ഫേസുകളാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മുടെ സെൽ സൈക്കിളിലെ ഇന്റർഫേസിന്റെ 3 സബ് ഫേസുകൾ G1, G2 ആൻഡ് S ഫേസ് ആണ്. ഓർഡറിൽ തന്നെ പഠിക്കുക, G1, S, G2 അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കാം. അതിൽ G1 ഫേസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്യാപ്പ് ഫേസ് അല്ലെങ്കിൽ ഗ്യാപ്പ് 1 ഫേസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ആദ്യത്തെ ഗ്രോത്ത് ഫേസ് ആണ്. അത് ഫസ്റ്റ് ഗ്രോത്ത് ഫേസ് ഈസ് ദ ഇന്റർവൽ ബിറ്റ്വീൻ മൈറ്റോസിസ് ആൻഡ് DNA റെപ്ലിക്കേഷൻ. ഈ G1 എന്ന് പറയുന്നത് ഒരു മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ അല്ലെങ്കിൽ മൈറ്റോസിസ് എം ഫേസിനും അതുപോലെ തന്നെ DNA റെപ്ലിക്കേഷനും ഇടയിലുള്ളതാണ്. മനസ്സിലായോ? എസിനും എമ്മിനും ഇടയിലുള്ളതാണ് G1 ഫേസ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ്
ഗ്രോത്ത് ഓഫ് ദി സെൽ ബട്ട് ഡസ് നോട്ട് റെപ്ലിക്കേറ്റ് DNA. G1 ഫേസിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന സെല്ല് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് വളർന്നുകൊണ്ടിരിക്കും, പക്ഷെ അവിടെ എന്തുണ്ടാവില്ല, DNA സിന്തസൈസ് ചെയ്യില്ല, DNA ഉണ്ടാവത്തില്ല. സെൽസ് ബിക്കം മെറ്റബോളിക്കലി ആക്റ്റീവ്. സെൽസിനകത്ത് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ നടത്താൻ പാകത്തിന് സെല്ല് കൃത്യമായിട്ട് വളർന്ന് റെഡി ടു ഡു ദ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ആൻഡ് സിന്തസിസ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ. RNA ഉണ്ടാക്കാനും പ്രോട്ടീൻ ഉണ്ടാക്കാനും ഒക്കെ കപ്പാസിറ്റി ഉള്ളവരായിട്ട് ഈ സെല്ലുകൾ മാറിയിട്ടുണ്ടായിരിക്കും, പക്ഷെ എന്തുണ്ടാവില്ല, അവർക്ക് DNA സിന്തസൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഒരു G1 ഫേസിൽ വെച്ച് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അവിടെ വെച്ച് DNA സിന്തസൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആൻഡ് രണ്ടാമത്തെ ഫേസിൽ ഇവിടെ വന്ന് എസ് ഫേസ് അല്ലെങ്കിൽ സിന്തസിസ് ഫേസ് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ എന്തോ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, DNA ആണ്. DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് ഇവിടെയാണ്. DNA റെപ്ലിക്കേഷൻ ടേക്സ് പ്ലേസ് ആൻഡ് എമൗണ്ട് ഓഫ് DNA ആസ് പെർ ദ സെൽ ഡബിൾസ് ബട്ട് ക്രോമസോം നമ്പർ ഡസ് നോട്ട് ഇൻക്രീസ്. കണ്ടോ, ഇവിടെ എസ് ഫേസിൽ വെച്ചിട്ട് DNA ആസ് പെർ ദ സെൽ, ഒരു സെല്ലിനകത്ത് DNAയുടെ എണ്ണം കൂടും, പക്ഷെ അവിടെ എന്ത് മാറ്റം വരുന്നില്ല, ക്രോമസോം നമ്പറിൽ. കണ്ടോ, ക്രോമസോം നമ്പർ ഡസ് നോട്ട് ഇൻക്രീസ്. അവിടെ ക്രോമസോം നമ്പറുകളിൽ ഒരു ചേഞ്ചും വരുന്നില്ല, ഒരു മാറ്റം ഇൻക്രീസോ ഡിക്രീസോ ഒന്നും വരുന്നില്ല. ആൻഡ് ഇൻ അനിമൽ സെൽസിന്റെ കേസിൽ റെപ്ലിക്കേഷൻ ബിഗിൻസ് ഇൻ ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്താണ് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെൻട്രിയോൾസ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഇൻ ടു ദ സൈറ്റോപ്ലാസം. അതായത് സെൻട്രിയോൾസ് സൈറ്റോപ്ലാസത്തിൽ വെച്ച് ഡ്യൂപ്ലിക്കേഷൻ നടത്തിക്കൊണ്ട്, അതുപോലെ തന്നെ ന്യൂക്ലിയസിനകത്ത് വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്, റെപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ ബിഗിനിങ് നടക്കുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് തുടക്കം നടക്കുന്നത്. അപ്പോൾ നമ്മൾ G1 പറഞ്ഞു, എസ് പറഞ്ഞു. അടുത്തത് G2 ഫേസ് മക്കളെ, അല്ലെങ്കിൽ ഗ്യാപ് 2 ഫേസ് എന്നാണ് നമ്മൾ അതിനെ പറയാം. സെക്കൻഡ് ഗ്രോത്ത് ഫേസ് ആണ്. അതുപോലെ സെൽ ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ തന്നെ സിന്തസിസ് ഓഫ് RNA ആൻഡ് പ്രോട്ടീനും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. സെൽസ് പ്രിപ്പയർ ഫോർ മൈറ്റോസിസ്. ഈ ഒരു സ്റ്റേജിൽ G2 കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് M ഫേസ്, മൈറ്റോട്ടിക് ഫേസ് ആണ്. സോ G2 ഫേസിൽ വെച്ചിട്ട് ലാസ്റ്റ് ആവുമ്പോഴേക്കും M ഫേസിലേക്ക് കടക്കാനായിട്ടുള്ള മുഴുവൻ പ്രിപ്പറേഷൻസും ആര് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, നമ്മുടെ സെൽസ് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ഇവിടെ എന്റെ മക്കൾ ശ്രദ്ധിച്ച് നോക്കിയാൽ സം സെൽസ് ഡു നോട്ട് ഷോ ഡിവിഷൻ. ചില സെല്ലുകൾ ഡിവിഷൻ ഒന്നും കാണിക്കില്ല. നമ്മുടെ ഹാർട്ട് സെൽസ് ആണ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മെനി അതർ സെൽസ് ഡിവൈഡ് ഓൺലി ഒക്കേഷണൽ ടു റീപ്ലേസ് ഡാമേജ് സെൽസ് ഓർ ഡെഡ് സെൽസ്. ഡാമേജ് ആയ സെല്ലുകൾ മാറ്റി മറ്റൊരെണ്ണത്തിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ചില സെല്ലുകൾ മാത്രം ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ എന്ത് നടത്തും, ചെറിയൊരു റീപ്ലേസ്മെന്റ് നടത്തും. ആൻഡ് അടുത്തത് ശ്രദ്ധിക്കണം, ഇവിടെ മുതലുള്ള കാര്യം വൃത്തിക്ക് പഠിക്കണം. ദ സെൽസ് ദാറ്റ് ഡു നോട്ട് ഡിവൈഡ് ഫർദർ എക്സിറ്റ് G1 ഫേസ് ആൻഡ് എൻറ്റർ ആൻ ആക്റ്റീവ് സ്റ്റേജ് കോൾഡ് ക്യുസെന്റ് സ്റ്റേജ് ഓർ G0 സ്റ്റേജ്. ഷുവർ ക്വസ്റ്റ്യൻ മക്കളെ. ഇങ്ങനെ ഡിവിഷൻ ഒന്നും കാണിക്കാത്ത ചില സെല്ലുകൾ G1 ഫേസിൽ നിന്ന് എക്സിറ്റ് അടിച്ചതിന് ശേഷം എസ് ഫേസിലേക്ക് പോവില്ല. അവരെന്ത് ചെയ്യും, ദേ എൻറ്റർ ഇൻ ടു ആൻ ഇനാക്റ്റീവ് സ്റ്റേജ്. അവർ മറ്റൊരു ഇനാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യും. അതിനെയാണ് നമ്മൾ ക്യുസെന്റ് സ്റ്റേജ് അല്ലെങ്കിൽ G0 സ്റ്റേജ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ആണ് മക്കളെ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് അത് എക്സാമിന് ചോദിക്കുക. ക്യുസെന്റ് സ്റ്റേജ് എന്താണ്? അങ്ങനെയുള്ള സച്ച് സെൽസ് റിമെയിൻ മെറ്റബോളിക്കലി ആക്റ്റീവ് ബട്ട് ഡു നോട്ട് proliferate. അതായത് ഒരിക്കലും ഇങ്ങനെയുള്ള സെല്ലുകൾ പ്രൊളിഫറേഷൻ നടത്തത്തില്ല, സെൽ ഡിവിഷൻ നടത്തി എണ്ണം കൂട്ടത്തില്ല, പക്ഷെ അവരെന്തായിരിക്കും, മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിരിക്കും. മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിരിക്കും ബട്ട് ഡു നോട്ട് ഷോ എനി proliferation. ഓക്കെ ആണല്ലോ, സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇവിടെ നമുക്ക് യെസ് ഒരു കേസ് പറഞ്ഞിട്ടുള്ളത് അനിമൽസ് മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ ഇസ് ജനറലി സീൻ ഇൻ ഡിപ്ലോയിഡ് സൊമാറ്റിക് സെൽ. ഇങ്ങനെയുള്ള കണ്ടന്റുകൾ നമ്മളെ NCERT ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിനൊരിക്കലും വിട്ടുള്ളൊരു പരിപാടിയും വേണ്ട. കാരണം ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റുകൾ വായിച്ചു നോക്കണം. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ നമുക്ക് കിട്ടും, പക്ഷേ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്, എങ്ങനെയാണ് അതിലൂടെ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ടെക്സ്റ്റ് ബുക്കുമായിട്ട് എപ്പോഴും ഒരു പരിചയം നിങ്ങൾക്ക് കൃത്യമായിട്ട് വേണം. അങ്ങനെ ഇന്റർഫേസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് M ഫേസ് അല്ലെങ്കിൽ മക്കളെ മൈറ്റോട്ടിക് ഫേസ് എന്നാണ്. ഇവിടെയാണ് മൈറ്റോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷൻ നടക്കുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ കേട്ടിട്ടുള്ളതാണ്. ആ M ഫേസിലെ മൈറ്റോട്ടിക് ഫേസിലെ M ഫേസിലെ സബ് ഫേസുകൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്, ഇങ്ങനെ 4 സബ് ഫേസുകൾ കൂടി ചേർന്നിട്ടാണ് നമ്മുടെ മൈറ്റോട്ടിക് ഫേസ്. ഇവിടെ നമുക്കറിയാം പ്രൊഫേസിൽ എന്താണ്, യെസ് ക്രോമസോമുകൾ ഉണ്ടാകുന്നത് കൃത്യമായിട്ട് ഈ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. മെറ്റാഫേസിൽ അത് കറക്റ്റ് നടുവിൽ വന്ന് അറേഞ്ച് ചെയ്ത് ഇക്വേറ്റർ പ്ലെയിനിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അനാഫേസിൽ അത് സ്പ്ലിറ്റ് ആയേക്കുന്നു. ആൻഡ് ടീലോഫേസിൽ പുതിയ 2 സെൽസ് ആയിട്ട് മാറുന്നു. ഇതിനകത്ത് ഈ സെക്കൻഡ് ഇമേജും തേർഡ് ഇമേജും ആണ് എപ്പോഴും, ഇതും ചോദിക്കാറുണ്ട്, ഫോർത്ത് വല്ലപ്പോഴും ചോദിക്കുക, പക്ഷേ സെക്കൻഡും തേർഡും ഇമേജ് തന്നിട്ട് ഇത് ഏത് സ്റ്റേജ് ആണ്, ഈ സ്റ്റേജിന്റെ പെക്യൂലിയാരിറ്റീസ് സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് എക്സാമിന് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഫീച്ചേഴ്സ് ഓരോന്നിന്റെ എന്നെ മക്കൾ മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ M ഫേസ് റെപ്രസെന്റ്സ് ദ ആക്ച്വൽ സെൽ ഡിവിഷൻ. ഇവിടെ M ഫേസിലാണ് ശരിക്കും പറഞ്ഞാൽ മൈറ്റോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷനിലൂടെ ഒരു സെല്ല് ശരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ഹ്യൂമൻ സെൽ സൈക്കിളിൽ
എം ഫേസ് ഉണ്ട്. യെസ്, ഒരു കാര്യം അറിഞ്ഞിരിക്കുന്നത്, ഒരു എം ഫേസിൽ വെച്ചിട്ട് ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം അതിന്റെ ന്യൂക്ലിയസ് ആണ് ഡിവൈഡ് ചെയ്യുന്നത്. ആദ്യം ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യും, അതിനെ കാരിയോകൈനസിസ് എന്ന് പറയും. കാരിയോകൈനസിസ് എന്ന് പറയും. രണ്ടാമതായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ആ സെല്ലിന്റെ സൈറ്റോപ്ലാസം ആയിരിക്കും, അതിനെ സൈറ്റോകൈനസിസ് എന്ന് പറയും. സെറ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ കാരിയോകൈനസിസും സൈറ്റോകൈനസിസും ആദ്യം ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യത്തുള്ളൂ. ആൻഡ് നമുക്ക് മൈറ്റോസിസ് തുടങ്ങുമ്പോൾ തന്നെ ഇതൂടെ ഒന്ന് പറഞ്ഞിട്ടുള്ള മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ is also known as equational division because the number of chromosomes remains same in the parental and progeny cells. അതായത് മക്കളെ, ഈ മൈറ്റോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷനെ നമ്മൾ എന്ത് വിളിക്കും? ഇക്വേഷണൽ ഡിവിഷൻ എന്നുകൊണ്ട് വിളിക്കും. കാരണം വേറൊന്നുമല്ല, പാരന്റ്സിന്റെ അകത്ത് തുടങ്ങുന്ന സമയത്ത് 46 ക്രോമസോം ആണ് ഉണ്ടായിരുന്നത് കരുതാം. ഈ പാരന്റ്സിൽ നിന്ന് 2 കുട്ടികൾ ഉണ്ടായെന്ന് കരുതാം. ഈ ഉണ്ടാകുന്ന കുട്ടികൾ ഇത് ഡിവൈഡ് ചെയ്ത് പോകത്തൊന്നുമില്ല. പാരന്റ്സിൽ എത്രയായിരുന്നോ അതേപോലെ ഈക്വൽ ആയിരിക്കും ഉണ്ടാകുന്ന കുട്ടികളിൽ, ഓഫ്സ്പ്രിങ്സിൽ ഉണ്ടാവാം. സോ ഈക്വൽ ആയിട്ട് തന്നെ ക്രോമസോം നമ്പർ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ ഇക്വേഷണൽ ഡിവിഷൻ എന്ന് വിളിക്കും. ഇക്വേഷണൽ ഡിവിഷൻ എന്ന് വിളിക്കും. മൈറ്റോസിസിലെ ആദ്യത്തെ ഒന്നാമത്തെ സ്റ്റേജ് ആണ് പ്രോഫേസ് എന്ന് പറയുന്നത്. പ്രോഫേസിൽ എന്താണ്? ഇറ്റ് ഇസ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇറ്റ് ഇസ് ദ ഫസ്റ്റ് and the longest phase in mitosis. മൈറ്റോസിസിലെ ആദ്യത്തേതും ഏറ്റവും നീളം കൂടിയ ലെങ്ത് കൂടിയതുമായിട്ടുള്ള ഫേസ് ആണ് നമ്മുടെ പ്രൊഫേസ് എന്ന് പറയുന്നത്. റെപ്ലിക്കേറ്റഡ് ക്രോമസോംസ് ഈച്ച് കൺസിസ്റ്റ് ഓഫ് 2 ക്രോമാറ്റിഡ്സ് കണ്ടൻസസ് ആൻഡ് ബിക്കം വിസിബിൾ. ക്രോമസോം, അത് ക്രോമാറ്റിൻ ഫൈബറുകൾ എന്ന് പറയുന്ന നാരുകൾ കൂടി ചേർന്ന് ക്രോമസോമുകൾ ഉണ്ടാകുന്നത് നമ്മുടെ ഈ പ്രൊഫേസ് എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേജിൽ വെച്ചിട്ടാണ്. അതുപോലെ മൈക്രോ ട്യൂബ്യൂളുകൾ മൈറ്റോട്ടിക് സ്പിൻഡിലായിട്ട് അസംബിൾ ചെയ്യണം. മൈക്രോ ട്യൂബ്യൂളുകൾ വരും, അതിൽ നിന്ന് നമ്മുടെ ഈ പറയുന്ന സ്പിൻഡിൽ ഫൈബറുകൾ റൈസ് ചെയ്യണം, അതും പ്രൊഫേസിൽ വെച്ചിട്ടാണ്. ന്യൂക്ലിയോലസും ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയർ എൻവലപ്പ് ഒക്കെ അവിടുന്ന് ഡിസപ്പിയർ ആയി പോകുന്നു. ആൻഡ് സെൻട്രിയോളുകൾ ഓപ്പോസിറ്റ് പോളുകളിലേക്ക് നീങ്ങുന്നു. അല്ലെ, ഇതൊരു സെല്ലായിട്ട് കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ ഒരു സെന്ററിലും ഈ ഒരു എൻഡിലും ഈ 2 പോൾസിലും എന്താ സെൻട്രിയോൾസ് വരും. ഈ സെൻട്രിയോൾസും ആയിട്ടാണ് നമ്മുടെ എന്ത് സ്പിൻഡിൽ ഫൈബറുകൾ, യെസ്, അതിൽ നിന്നാണ് റൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. സെൽസ് അറ്റ് ദ എൻഡ് ഓഫ് പ്രൊഫേസ് ഡു നോട്ട് ഷോ ഗോൾജി കോംപ്ലക്സ്. അതായത് വേറെ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ഓർഗനൽസ് ഒന്നും അവിടെ ഉണ്ടാവില്ല. ഒരു സെല്ലിന്റെ അകത്ത് ഉണ്ടാകേണ്ട സെൽ ഓർഗനൽസ് ഒന്നും എവിടെ ഉണ്ടാവില്ല, പ്രൊഫേസിലുള്ള ആ സെല്ലിനകത്ത് കാണത്തില്ല. ഇനി പ്രൊഫേസിൽ റെഡി ആയിട്ടിരുന്നു സെല്ല്, അടുത്തത് ഇത് എൻ്റർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൈറ്റോസിസിലെ രണ്ടാമത്തെ ഫേസ് ആയിട്ടുള്ള മെറ്റാഫേസിനകത്തേക്കാണ്. മെറ്റാഫേസിൽ വരുമ്പോൾ ഇവിടെ ന്യൂക്ലിയർ എൻവലപ്പ് കംപ്ലീറ്റ് ആയിട്ടും ഡിസിന്റഗ്രേറ്റ് ചെയ്ത് പോകും. മൊത്തത്തിൽ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള കവറിങ് അങ്ങ് കാണാതെ ആയിരിക്കും. ക്രോമസോം കണ്ടൻസേഷൻ ഇസ് കംപ്ലീറ്റഡ് ആൻഡ് they can be studied easily under the microscope. മെറ്റാഫേസ് എന്ന് പറയുമ്പോൾ ക്രോമസോമിന്റെ ആ ഒരു അറേഞ്ച്മെന്റും കണ്ടൻസേഷൻ കൂടിച്ചേരലും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും. അതിന് നമുക്ക് മൈക്രോസ്കോപ്പിനടിയിൽ വെച്ച് നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. they will have 2 sister chromatids. അതായത് സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് പറഞ്ഞാൽ ക്രോമസോമിന്റെ ഇങ്ങനെ വരുന്ന 2-3 ലെഗുകളുണ്ട്. അതിൽ ഒരുപോലെ ഇരിക്കുന്ന ഈ ലെഗുകൾ, ഇതിനെയാണ് നമ്മൾ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്രോമസോമുകൾ ഇതുപോലെ കണ്ടൻസ് ചെയ്തിട്ട് സിസ്റ്റർ ക്രോമാറ്റിഡ്സുകളോട് കൂടി തന്നെ റെഡി ആയിട്ടിരിക്കുന്നുണ്ടായിരിക്കും. ആൻഡ് സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ടു കൈനറ്റോകോഴ്സ് ഓഫ് ദി ക്രോമസോം. അതായത് സ്പിൻഡിൽ ഫൈബറുകൾ വന്നിട്ട് ക്രോമസോമിന്റെ ഈ ഒരു ഹെഡ്സെറ്റ് വെച്ച പോലെ 2 സൈഡിൽ കാണുന്ന 2 നട്ട് പോലത്തെ സാധനമുണ്ട്, അതാണ് കൈനറ്റോകോർ. സോ സ്പിൻഡിൽ ഫൈബറുകൾ വന്ന് ഈ കൈനറ്റോകോറിലേക്ക് അറ്റാച്ച് ചെയ്യും. കണ്ടോ, സ്പിൻഡിൽ ഫൈബറുകൾ ഈ കൈനറ്റോകോറിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നതും മെറ്റാഫേസിൽ വെച്ചിട്ടാണ്. ഇതൊക്കെ സെറ്റ് ആണ് കേട്ടോ, അത് മറന്നു പോകരുത്. സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ടു കൈനറ്റോകോർ ഓഫ് ദി ക്രോമസോം ആൻഡ് ക്രോമസോംസ് ലൈൻ അപ്പ് ഇൻ ദി ഇക്വേറ്റർ ഓഫ് ദി സ്പിൻഡിൽ ടു ഫോം മെറ്റാഫേസ് പ്ലേറ്റ്. ഇങ്ങനെ ക്രോമസോമുകൾ ഇക്വേറ്റർ പ്ലെയിനിൽ നിരന്ന് നിന്നുകൊണ്ട് ഒരു നീണ്ടു നിൽക്കുന്ന ഒരു പ്ലേറ്റ് ഉണ്ടാക്കും. അതിന്റെ പേരാണ് മെറ്റാഫേസ് പ്ലേറ്റ്. മെറ്റാഫേസ് എന്ന് പറയുന്ന രണ്ടാമത്തെ സ്റ്റേജിലാണ് നമ്മുടെ മെറ്റാഫേസ് പ്ലേറ്റ് ഉണ്ടാക്കുന്നത്, മറന്നു പോകരുത്. ഇമേജസ് മനസ്സിൽ തന്നെ വെക്കുക. മെറ്റാഫേസിൽ നിന്ന് നേരെ അടുത്ത സ്റ്റെപ്പിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ അത് 3rd സ്റ്റെപ്പായിട്ട് വരുന്ന അനാഫേസിലാണ് വരുന്നത് മക്കളെ. അനാഫേസിൽ വരുമ്പോൾ ആ സെൽ ഇതാണെന്നുണ്ടെങ്കിൽ സെന്ററിൽ വെച്ചിട്ട് ആ ക്രോമസോമുകൾ സ്പ്ലിറ്റ് ആയി പോയതിനു ശേഷം, ഓക്കെ, സ്പ്ലിറ്റ് ആയ ക്രോമസോമുകളുടെ ക്രോമാറ്റിഡുകൾ ഓപ്പോസിറ്റ് പോളുകളിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുക, അനാഫേസിൽ കാണാൻ പറ്റുക. ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഫേസ് ഇൻ മൈറ്റോസിസ്. മൈറ്റോസിസിലെ ഏറ്റവും ലെങ്ത് കുറഞ്ഞ ചെറിയ ഫേസ് ആണത്. ആൻഡ് സെൻട്രോമിയർ സ്പ്ലിറ്റ് ഇൻ ടു ക്രോമാറ്റിഡ്സ് ആൻഡ് ക്രോമാറ്റിഡ്സ് മൂവ്സ് ടു ഓപ്പോസിറ്റ് പോൾസ്. ഇത് ഇതിന്റെ ക്യാരക്ടർ ആയിട്ട് എഴുതണം, കൃത്യമായിട്ട് എഴുതണം. നടുവിൽ വെച്ച് സെൻട്രോമിയർ, ക്രോമസോമിന്റെ നടുവിലുള്ള സെൻട്രോമിയറിൽ വെച്ചിട്ട് ക്രോമസോം സ്പ്ലിറ്റ് ആകുന്നു, 2 ക്രോമാറ്റിഡുകളായിട്ട് മാറുന്നു. ഈ 2 ക്രോമാറ്റിഡുകളും ഓപ്പോസിറ്റ് പോളുകളിലേക്ക്, കണ്ടോ, ഇങ്ങോട്ട് കുറച്ചെണ്ണം നീങ്ങിപ്പോകും, അതുപോലെ ഇങ്ങോട്ട് 2 ഓപ്പോസിറ്റ് പോളുകളിലേക്കും കുറേശ്ശെ ആയിട്ട് നീങ്ങിപ്പോകുന്നു. അതാണ് അനാഫേസിൽ നടക്കുന്ന പ്രോസസ്സ്. ലാസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ 4th phase ഓഫ് മൈറ്റോസിസ്. ഇറ്റ് ഇസ് ടീലോഫേസ് ആണ്. ഓക്കെ, ടീലോഫേസ് ആണ് ലാസ്റ്റ് ഫേസ്. ആൻഡ് ക്രോമസോംസ് ക്ലസ്റ്റർ അറ്റ് ഓപ്പോസിറ്റ് പോൾ. അങ്ങനെ 2 പോൾസിലേക്ക് നീങ്ങിപ്പോയ ക്രോമസോമുകളില്ലേ, ഒരെണ്ണം ഒരു പോളിൽ കട്ട പിടിച്ചിരിക്കും, അടുത്തൊരു പോളിൽ കട്ട പിടിച്ചിരിക്കുന്നുണ്ടാകും. ആൻഡ് ദ ക്രോമസോംസ് ഡീകണ്ടൻസസ് ലൂസ് ദെയർ ഇൻഡിവിജ്വലി ടു ഫോം
ക്രൊമാറ്റിക് ഫൈബേഴ്സ്. അതായത് ക്രൊമാറ്റിൻ, നേരത്തെ പറഞ്ഞത് ക്രൊമാറ്റിൻ ഫൈബറുകൾ കൂടിച്ചത്, ഇങ്ങനെ 4 പോലെ ഇരിക്കുന്ന ക്രൊമാറ്റിൻ ഫൈബർ കൂടിച്ചേർന്ന് എന്തുണ്ടായെന്ന് പറഞ്ഞു? ക്രോമസോമുകൾ ഉണ്ടായെന്ന് പറഞ്ഞു. ഇനി നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് നടക്കും. ഇങ്ങനെ ഇരിക്കുന്ന ഈ ക്രോമസോം എന്ത് ചെയ്യും? അൺവൈൻഡ് ചെയ്തിട്ട് ക്രൊമാറ്റിൻ ഫൈബറുകളായിട്ട് മാറും. മനസ്സിലായോ? ആദ്യം കണ്ടൻസേഷൻ ആണ് നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഡീകണ്ടൻസേഷൻ സംഭവിക്കും. ആൻഡ് ന്യൂക്ലിയർ എൻവലപ്പ് അസംബിൾസ് അറൗണ്ട് ദ ക്രോമസോം ക്ലസ്റ്റർ. ന്യൂക്ലിയർ എൻവലപ്പ് എന്ത് ചെയ്യുന്നുണ്ടാകും? തിരിച്ചതിന് ചുറ്റും ആദ്യമേ കാണാതായ ന്യൂക്ലിയർ എൻവലപ്പ് ഇല്ലേ, ന്യൂക്ലിയസിന് ചുറ്റുമുള്ള കവർ, അത് തിരിച്ച് പഴയതുപോലെ തിരിച്ചു വരും. ആൻഡ് ന്യൂക്ലിയോലസും ഗോൾജി കോംപ്ലക്സും എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം പോലെയുള്ള സെൽ ഓർഗനലുകളെല്ലാം അവിടെ തിരിച്ചു വരുന്നുണ്ടായിരിക്കും. സ്പിൻഡിൽ ഫൈബറിനെ കാണാതെയാവും. കണ്ടോ? മനസ്സിലായോ? ആദ്യം നമ്മുടെ മെറ്റാഫേസ് വന്നപ്പോഴേക്കും സ്പിൻഡിൽ ഫൈബർ ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ സ്പിൻഡിൽ ഫൈബർ അവിടെ നിന്ന് കംപ്ലീറ്റ് ആയിട്ടും ഡിസപ്പിയർ ചെയ്യും. ഇമ്പോർട്ടൻറ്റ് സ്പിൻഡിൽ ഫൈബർ അവിടെ നിന്ന് കാണാതെയായി പോകും, ഡിസപ്പിയർ ആകും. ഇതിന് ശേഷം ഈ 4 ഫേസുകൾ തീർന്നതിന് ശേഷമാണ് സൈറ്റോകൈനസിസ് നടക്കുന്നത്. സൈറ്റോകൈനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലിന്റെ ആ ഒരു സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷൻ ആണ്. ന്യൂക്ലിയസ് കഴിഞ്ഞു, പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസോട് കൂടി ന്യൂക്ലിയസ് ഡിവൈഡ് ആയി. ഇനി സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യണം അല്ലെ? സൈറ്റോകൈനസിസ് ആണ്, അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷൻ ആണ്. ഇറ്റ് ഇസ് എ ഡിവിഷൻ ഓഫ് ദി സൈറ്റോപ്ലാസം റിസൾട്ടിംഗ് in the formation of two dotted nucleus. അതായത് അല്ലെങ്കിൽ നോക്കിക്കേ, സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു സെല്ലിന്റെ സൈറ്റോപ്ലാസം. ഇതിനകത്ത് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് 2 എണ്ണം. ഇതിന്റെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴല്ലേ നമുക്ക് ഇതിൽ നിന്ന് 2 പുതിയ സെല്ലുകൾ കിട്ടുന്നുണ്ടാവുക അല്ലേ? സോ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഈ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? സൈറ്റോകൈനസിസ് എന്ന് പറയാ. ഇറ്റ് സ്റ്റാർട്ട്സ് വെൻ ദ ടെലോഫേസ് ഇസ് ഇൻ പ്രോഗ്രസ്. അതായത് ടീലോഫേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പതിയെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങുക. ആൻഡ് ഹെൻസ് എ ക്ലീവേജ് ഫറോ അപ്പിയേഴ്സ് ഇൻ ദി പ്ലാസ്മ മെംബ്രെയിൻ. ഈ സെൽസിന്റെ പ്ലാസ്മ മെംബ്രെയിൻ്റെ അവിടെ ഒരു ക്ലീവേജ് ഫറോ അകത്തേക്ക് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴിഞ്ഞു വരും അകത്തേക്ക്. കണ്ടോ? ഈ സെല്ലിന്റെ ഒരു പോർഷൻ പതിയെ അകത്തേക്കൊന്ന് ഇതൊരു ക്ലീവേജ് പോലെ ഒരു കുഴി പോലെ വന്നിട്ട് ഇത് കൂടി ചേർന്നിട്ടാണ് പിന്നെ ഇത് ഡിവൈഡ് ചെയ്ത് പുതിയ 2 സെല്ലുകൾ ഉണ്ടായി മാറുന്നത്. മനസ്സിലായോ? ഒരു ക്ലീവേജ് ഫറോ ഉണ്ടായതിനു ശേഷമായിരിക്കും പ്ലാസ്മ മെംബ്രെയിനിൽ ഒരു ക്ലീവേജ് ഫറോ ഉണ്ടായിട്ടാണ് സെല്ലിന്റെ സൈറ്റോപ്ലാസം ഡിവൈഡ് ആകുന്നത്. It gradually deepens and joins in the center, dividing the cytoplasm into 2. ഇത് നേരെ നീണ്ടു വന്ന് കൂടി നടുവിൽ ചേർന്നിട്ട് ആ സെല്ലിനെ 2 ആയിട്ട് സ്പ്ലിറ്റ് ആക്കി പുതിയ 2 സെല്ലുകളാക്കി മാറ്റുന്ന പ്രോസസ്സാണ്. അനിമൽസിന്റെ സെല്ല് ഡിവൈഡ് ചെയ്യുന്നതിന് ഒരു മെത്തേഡ് ഉണ്ട്, പ്ലാന്റ്സിന്റെ സെല്ല് ഡിവൈഡ് ചെയ്യുന്നതിന് മറ്റൊരു മെത്തേഡ് ഉണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ അനിമൽ സെല്ലാണ് നമ്മൾ ആദ്യം പറയുന്നത്. നോക്കിക്കേടാ, അപ്പിയറൻസ് ഓഫ് എ ഫറോ ഇൻ എ പ്ലാസ്മ മെംബ്രെയിൻ വിച്ച് ഡിപെൻഡ്സ് ദ ജോയിന്റ് ഇൻ ദ സെന്റർ ഡിവൈഡിംഗ് ദ സൈറ്റോപ്ലാസം ഇൻടു 2. ശ്രദ്ധിക്കുക, ദേ കണ്ടോ, സൈഡിൽ നിന്ന് ഒരു ഫറോ അകത്തേക്ക് കുഴിവ് വരുന്നുണ്ടോ? ഈ കുഴിവ് നടുവിലെത്തി ജോയിൻ ചെയ്തതിന് ശേഷം സെല്ലിനെ ഡിവൈഡ് ചെയ്ത് 1, 2 എന്നിങ്ങനെ 2 സെല്ലുകളാക്കി മാറ്റുന്നു. സെറ്റ് ആയിരിക്കുമല്ലോ? ഇതാണ് ഒരു ഫറോ വരുന്നു, നടുവിൽ വെച്ച് ജോയിൻ ചെയ്യുന്നു, എന്നിട്ട് സ്പ്ലിറ്റ് ആയിട്ട് പുതിയ 2 സെൽസ് ഉണ്ടാവുന്നു. ഇത് അനിമൽ സെല്ലിന്റെ കേസിലാണ് നമ്മൾ പറഞ്ഞത്. ആൻഡ് പ്ലാന്റ്സിന്റെ സൈറ്റോകൈനസിസ് നോക്കുക. പ്ലാന്റ്സിന്റെ സൈറ്റോകൈനസിന്റെ മക്കൾ നോക്കിക്കേ, ഇവിടെ കാണാം നമുക്ക്. യെസ്, ഇവിടെ ഫോർമേഷൻ ഓഫ് എ ന്യൂ സെൽ wall begins with the formation of a simple precursor cell plate which represents the middle lamella between 2 adjacent cells. കണ്ടോ? ഇങ്ങനെ വരുമ്പോ ശ്രദ്ധിക്കണം, ഇതിന്റെ നടുവീന്നാണ്. കണ്ടോ മക്കളെ? ഇതാ ഇവിടെ കണ്ട നടുവീന്ന്, പ്ലാന്റ് സെൽസിന്റെ കേസിൽ നോക്കാം. നടുവീന്ന് തുടങ്ങിയിട്ട് ആ നടുവീന്നുള്ള സാധനം 2 എൻഡിലേക്കും പോകുന്നു. ആ സെല്ലിനെ സ്പ്ലിറ്റ് ആക്കി പുതിയ 2 സെല്ലുകൾ ഉണ്ടാക്കുന്നു. മനസ്സിലായോ? മറ്റേ അനിമൽസിന്റെ കേസിൽ പുറത്തുനിന്ന് അകത്തേക്കായിരുന്നെങ്കിൽ പ്ലാന്റ്സിന്റെ കേസിൽ അകത്തുനിന്ന് പുറത്തേക്കാണ് വരുന്നത്. അതാണ് അവിടെ ഒരു ചേഞ്ച് ആയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് എക്സാമിന് ചോദിക്കുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ദേടാ, നോക്കിക്കോ. ഇത് ഉറപ്പ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് സിൻസേഷ്യം? എന്താണ് സിൻസേഷ്യം എന്ന് എക്സാമിന് ചോദിക്കും. ഇൻ സം ഓർഗാനിസംസ്, ചില ഓർഗാനിസംസിന്റെ കേസിൽ കാരിയോകൈനസിസ് ഇസ് നോട്ട് ഫോളോഡ് ബൈ സൈറ്റോകൈനസിസ്. ആസ് എ റിസൾട്ട് മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ കോൾഡ് സിൻസേഷ്യം അറൈസസ്. അതായത് ചില ഓർഗാനിസംസിന്റെ കേസിൽ കാരിയോകൈനസിസ് കഴിഞ്ഞു, ന്യൂക്ലിയസിന്റെ ഡിവിഷൻ കഴിഞ്ഞിട്ട് ഒരു സെല്ലിൽ തന്നെ എന്താണ് ന്യൂക്ലിയസ് ഉണ്ടായി, പക്ഷെ എന്ത് നടന്നില്ല? സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്തിട്ട് പുതിയ 2 സെല്ല് ഉണ്ടായില്ല. അങ്ങനെ വരുമ്പോൾ ഒരു സെല്ലിൽ തന്നെ മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ, 2 ന്യൂക്ലിയസുകൾ വന്നില്ലേ? അങ്ങനെയുള്ള കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിൻസേഷ്യം. ഓക്കെ, കാരിയോകൈനസിസ് ന്യൂക്ലിയർ ഡിവിഷൻ കഴിയും, പക്ഷേ സൈറ്റോകൈനസിസ് നടക്കില്ല, സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷൻ നടക്കില്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ ഒരു സെല്ലിൽ തന്നെ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ന്യൂക്ലിയസുകൾ എക്സിസ്റ്റ് ചെയ്യുന്ന കണ്ടീഷനാണ് സിൻസേഷ്യം എന്ന് വിളിക്കുന്നത്. നമ്മുടെ ലിക്വിഡ് എൻഡോസ്പേം, കോക്കനട്ടിലെ ലിക്വിഡ് എൻഡോസ്പേം ഇല്ലേ, അതാണ് ഈ പറയുന്ന സിൻസേഷ്യത്തിന്. മൊത്തത്തിൽ അങ്ങ് കംപ്ലീറ്റ് ആവുകയും ചെയ്തു അത്, പക്ഷേ സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷൻ നടന്നില്ല. അപ്പൊ നമുക്കതിനെ ലിക്വിഡ് എൻഡോസ്പേം ഓഫ് കോക്കനട്ട് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. മൈറ്റോസിസിന്റെ സിഗ്നിഫിക്കൻസ് 1 മാർക്കിന് കയറി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സിഗ്നിഫിക്കൻസ് ഓഫ് മൈറ്റോസിസിൽ ഗ്രോത്ത്, അഡീഷൻ ഓഫ് സെൽസ്, നമ്മുടെ ബോഡിയിൽ പുതിയ സെല്ലുകളെ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ബോഡിയുടെ ഗ്രോത്ത് പോസിബിൾ ആക്കുന്നു. അതുപോലെ തന്നെ മെയിൻ്റനൻസ്
ഓഫ് ന്യൂക്ലിയോസൈറ്റോപ്ലാസ്മിക് റേഷ്യോ, ന്യൂക്ലിയസിന്റെയും അത് സൈറ്റോപ്ലാസത്തിന്റെ ഒരു റേഷ്യോ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് നമ്മുടെ ആര് തന്നെയാണ്, മൈറ്റോസിസ് സെൽ ഡിവിഷൻ ആണ്. ക്രോമസോം നമ്പർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. റീജനറേഷൻ, നമ്മുടെ പല്ലിയൊക്കെ ഇല്ലേ, മറ്റേ വാല് മുറിഞ്ഞു പോയിട്ട് പുതിയ വാല് വരുന്നത്, അങ്ങനെയുള്ള ഓർഗാനിസംസിന്റെ കേസിൽ റീജനറേറ്റ്, ഒരു തവണ നഷ്ടപ്പെട്ടു പോയ സാധനം റീജനറേറ്റ് ചെയ്യാൻ, പുതിയതായിട്ടുണ്ടാവാൻ, നമ്മുടെ സെല്ല് കൈ മുറിഞ്ഞാൽ ആ മുറിവിലെ ആ സെൽസ് റീപ്ലേസ് ചെയ്യാൻ, റീജനറേറ്റ് ചെയ്ത് വരാനായിട്ട് സഹായിക്കുന്ന മൈറ്റോസിസ് ആണ്. റീപ്രൊഡക്ഷൻ ഇൻ യൂണിസെല്ലുലർ ഓർഗാനിസംസ്, ചില യൂണിസെല്ലുലർ ഓർഗാനിസംസിന്റെ കേസിൽ, പ്ലാനേറിയ പോലെയുള്ള ഓർഗാനിസംസിൽ, അമീബ പോലെയുള്ള ഓർഗാനിസംസിലൊക്കെ എന്താണ് ഈ പറയുന്ന സ്പ്ലിറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൈറ്റോസിസ് നടന്നു കഴിയുമ്പോൾ, സ്പ്ലിറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ അവർ പുതിയൊരു ഓർഗാനിസമായി മാറുന്നതിന്റെ റീസൺ മൈറ്റോസിസ് സെൽ ഡിവിഷൻ അവിടെ നടക്കുന്നതുകൊണ്ടാണ്. ഇനി റിപ്പയർ ഓഫ് വൂണ്ട് ഹീലിംഗ്, അല്ലെങ്കിൽ റിപ്പയർ, നമ്മുടെ സെല്ലിൽ ബോഡിയിൽ ഡാമേജ് ആയ സെല്ലുകളൊക്കെ റിപ്പയർ ചെയ്യുന്നത് പോലെ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ, വൂണ്ട്, മുറിവോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പൊട്ടലും പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്ത് പുതിയ സെല്ലുകൾ വെച്ചിട്ട് അത് ഹീൽ ചെയ്യാനായിട്ട്, മുറിവുണങ്ങാനൊക്കെ ആരാ സഹായിക്കുന്നത്, നമ്മുടെ ഈ പറയുന്ന മൈറ്റോസിസ് തന്നെയാണ് സഹായിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈ ചാപ്റ്ററിലെ കണ്ടന്റ് എന്ന് പറയുന്നത് മിയോസിസ് ആണ് മക്കളെ. മൈറ്റോസിസ് പോലെ തന്നെ മറ്റൊരു ഡിവിഷൻ ആണ് മിയോസിസ് എന്ന് പറയുന്നത്. മൈറ്റോസിസ് കഴിഞ്ഞപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്, മൈറ്റോസിസിന്റെ എൻഡിൽ നമുക്ക് കിട്ടിയത് ടോട്ടൽ 2 പുതിയ സെല്ലുകളായിരുന്നു അല്ലെ, 2 പുതിയ സെല്ലുകളായിരുന്നു. പക്ഷെ മിയോസിസിന്റെ എൻഡിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 4 പുതിയ സെല്ലുകളാണ്. ഓക്കെ, 4 പുതിയ സെല്ലാണ്. ഇവിടെ കണ്ടോ 4 ഡോട്ടർ സെൽസ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. മിയോസിസ് 2 സ്റ്റെപ്പുകളായിട്ട് കേട്ടോ, മിയോസിസ് 1, 2 എന്ന് പറയുന്ന 2 സ്റ്റെപ്പുകളായിട്ടാണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, സ്പ്ലിറ്റ് ആക്കിയിരിക്കുന്നത്. അതുപോലെ കുറച്ച് ലെങ്തി പ്രോസസ് ആണ്, മൈറ്റോസിസ് പോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ഒന്നും അല്ല. സോ നമുക്ക് നോക്കാം, കണ്ടല്ലോ മിയോസിസിന്റെ സ്റ്റേജസ് കണ്ടോ. ഫസ്റ്റ് മിയോസിസ് 1 പ്രൊഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടീലോഫേസ് 1 ഇങ്ങനെ സ്റ്റേജുകളുണ്ട്. ഇനി മിയോസിസ് 2 വരുമ്പോൾ പ്രൊഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2, ടീലോഫേസ് 2 ഇങ്ങനെ 4 ഫേസുകൾ മിയോസിസ് 1 4 ഫേസുകൾ എവിടെയുണ്ട്, നമ്മുടെ മിയോസിസ് 2 വരുന്നുണ്ട്. ടോട്ടൽ ഇത്രയും സ്റ്റേജുകളും സ്റ്റെപ്പുകളും കംപ്ലീറ്റ് ആയി തീരുമ്പോഴാണ് നമുക്ക് മിയോസിസ് പൂർണ്ണമായി കഴിഞ്ഞു അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് തീർന്നു എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പറയാനായിട്ട് പറ്റുക. ആൻഡ് ഹിയർ നമുക്ക് മൂവ് ചെയ്യാം നമ്മുടെ മിയോസിസിലേക്ക്. മിയോസിസിലെ തന്നെ ആദ്യത്തെ സ്റ്റെപ്പിന്റെ പേര് പ്രൊഫേസ് ആണ്. പ്രൊഫേസ് 1 5 സബ് ഫേസുകൾ വരുന്നുണ്ട് കേട്ടോ. പ്രൊഫേസ് 1 5 സബ് ഫേസുകൾ വരുന്നുണ്ട്. ഇതാണ് വർഷങ്ങളോളമായിട്ട് എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. അതുകൊണ്ട് ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാക്കിനെസിസ് എന്ന് പറയുന്ന പ്രൊഫേസ് 1 സബ് ഫേസുകൾ എല്ലാം കൃത്യമായിട്ട് പഠിക്കുക. ഫേസുകൾ മാത്രം പഠിച്ചാൽ പോരാ, അതിന്റെ സ്റ്റേജുകളുടെ പ്രത്യേകതകൾ, ക്യാരക്ടറുകളും പഠിക്കണം. കണ്ടോ, മിയോസിസ് 1 ആദ്യം പ്രൊഫേസ് 1 നടക്കുന്നു, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടീലോഫേസ് 1 ഇത്രയും കഴിയുമ്പോൾ മാത്രമാണ് നമ്മുടെ മിയോസിസ് 1 തീർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുക. പക്ഷെ മിയോസിസ് 1 ഈ പ്രൊഫേസ് 1 തന്നെ നടക്കുന്ന സബ് ഫേസുകൾ 5 വേറെ ഇല്ലേ, അത് നമുക്ക് പഠിക്കണ്ടേ, വേണമല്ലോ. അതേ നോക്കിക്കേ, ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാക്കൈനസിസ്. അത് കഴിഞ്ഞ് നമ്മൾ മെറ്റാഫേസിലേക്കാണ് പോവുക. നമുക്ക് നോക്കാം ആദ്യത്തെ ലെപ്റ്റോട്ടീനിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ക്രോമസോംസ് ടേൺ ദം ഇൻടു സിംഗിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ. അതായത് ലെപ്റ്റോട്ടീനിൽ ക്രോമസോമുകൾ സിംഗിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ആയിട്ട് മാറുന്നു. ആൻഡ് കോമ്പാക്ഷൻ ഓഫ് ദി ക്രോമസോം കണ്ടിന്യൂ. ഓക്കെ, ക്രോമസോമുകൾ കോമ്പാക്ട് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. ന്യൂക്ലിയസ് എൻലാർജ് ചെയ്യുന്നതും ലെപ്റ്റോട്ടീൻ സ്റ്റേജിൽ വെച്ചിട്ടാണ്. ആൻഡ് സൈഗോട്ടീൻ എന്ന് പറയുന്ന സ്റ്റേജ് ആണ് മക്കളെ രണ്ടാമത്തേത് വരുന്ന സബ് ഫേസ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ഹോമോലോഗസ് ക്രോമസോം സിമിലർ, അതായത് ഒരുപോലെയുള്ള ക്രോമസോംസിനെയാണ് ഹോമോലോഗസ് എന്ന് വിളിക്കുന്നത്. ഈ ഒരുപോലെയുള്ള ഹോമോലോഗസ് ക്രോമസോം സ്റ്റാർട്ട് പെയറിംഗ് ആൻഡ് ദ പ്രോസസ് ഓഫ് അസോസിയേഷൻ ഈസ് കോൾഡ് സിനാപ്സിസ്. മക്കളെ സിനാപ്സിസ് എന്നാണ് നമ്മൾ പ്രോസസ്സിനെ പറയാ. അവർ പെയറിംഗ് നടത്തിക്കൊണ്ടിരിക്കും. ആൻഡ് ക്രോമസോമൽ സിനാപ്സിസ് അക്കംപനീഡ് ബൈ ദ ഫോർമേഷൻ ഓഫ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്. വെരി ഇമ്പോർട്ടന്റ്, ഇവിടെ വെച്ചിട്ടാണ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഉണ്ടായിട്ട് അതിന്റെ സഹായത്തോട് കൂടി സിനാപ്സിസ് നടക്കുന്നത്. ആൻഡ് കോംപ്ലക്സ് ഫോംഡ് ബൈ എ പെയർ ഓഫ് സിനാപ്സിഡ് ക്രോമസോംസ്, ഹോമോലോഗസ് ക്രോമസോം ഇസ് കോൾഡ് ബൈവാലന്റ് ടെട്രാഡ്. അതൊന്നും അറിഞ്ഞിരുന്നാൽ മതി, വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നെക്സ്റ്റ് സ്റ്റേജ് ഇമ്പോർട്ടന്റ് ആണ്, പാക്കിറ്റീൻ. പാക്കിറ്റീനിൽ ലോങ്ങർ ഫേസ് ആണ് പാക്കിറ്റീൻ, ആദ്യമേ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ബൈവാലന്റ് ക്രോമസോംസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ക്രോമാറ്റിഡുകളായിട്ട് മാറുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പിയറൻസ് ഓഫ് റീകോമ്പിനേഷൻ നൊഡ്യൂൾ അറ്റ് വിച്ച് ക്രോസിംഗ് ഓവർ ഒക്കർ. ക്രോസിംഗ് ഓവർ നടക്കുന്നു, ഇമ്പോർട്ടന്റ്. ക്ലോസിംഗ് ഓവർ നടക്കുന്ന ലൊക്കേഷൻ അല്ലെങ്കിൽ ക്ലോസിംഗ് ഓവർ നടക്കുന്ന സ്റ്റെപ്പ് പാക്കറ്റീൻ. ഓക്കെ, റീകോമ്പിനേഷൻ ഈസ് കംപ്ലീറ്റഡ് ബൈ ദ എൻഡ് ഓഫ് പാക്കറ്റീൻ. ഈ പാക്കറ്റീൻ സ്റ്റേജിന്റെ, പാക്കറ്റീൻ എന്ന് പറയുന്ന സബ് സ്റ്റേജിന്റെ എൻഡോട് കൂടി റീകോമ്പിനേഷൻ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ആകുന്നുണ്ടാകും. അടുത്തതാണ് ഡിപ്ലോട്ടീൻ എന്ന് പറയുന്ന സബ് സ്റ്റേജ്. ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്, ഉറപ്പാണ് ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് occurs and the recombined chromosomes separate from each other and accept the site of crossing over. അതായത് ഇവിടെ എക്സ് ഷേപ്പിൽ കേട്ടോ, ഒരു എക്സ് ഷേപ്പിലുള്ള സ്ട്രക്ചർ. ക്രോമസോമുകൾ ഇങ്ങനെ 2 ലെഗുകൾ തമ്മിൽ ക്രോസ് ആകുമ്പോൾ ഒരു എക്സ് ഷേപ്പിലുള്ള സ്ട്രക്ചർ വരും. അതിനെ നമ്മൾ വിളിക്കുന്നത് കയാസ്മാറ്റ എന്നാണ്. ഇതാണ് സാധനം,
കയാസ്മാറ്റ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അവിടെ അപ്പിയർ ആവാനായിട്ട് തുടങ്ങും. കയാസ്മാറ്റ. ഓക്കെ, സെറ്റ് ആണല്ലോ? കയാസ്മാറ്റ മറക്കരുത് കേട്ടോ. കയാസ്മാറ്റ ഡിപ്ലോട്ടീനിലാണ്. ഇനി ഡയാക്കിനസിസ് എന്ന് പറയുന്ന സബ്സ്റ്റേജിലേക്ക് വരുന്നു. ഡയാക്കിനസിന്റെ കേസിൽ വരുമ്പോൾ ഈ കയാസ്മാറ്റ എൻഡിലേക്ക് ടെർമിനലൈസേഷൻ ആണ്. ഇങ്ങനെ ക്രോസ് ആയിരിക്കുമ്പോൾ അതിങ്ങനെ എന്താണ് കയറി എൻഡിലേക്ക് വന്നിട്ട് കയാസ്മാറ്റ ടെർമിനലൈസേഷൻ നടക്കുന്നത് ഡയാക്കിനസിസ് എന്ന് പറയുന്ന സബ്ഫേസിൽ വെച്ചിട്ടാണ്. ആൻഡ് ക്രോമസോംസ് ആർ ഫുള്ളി കണ്ടൻസ്ഡ് ആൻഡ് മിയോട്ടിക് സ്പിൻഡിൽ അസംബിൾസ്. അതായത് ക്രോമസോമുകൾ മുഴുവനായിട്ട് കണ്ടൻസേഷൻ കഴിഞ്ഞ് ഫുള്ളി മെച്യൂർ ആയിട്ടുള്ള ക്രോമസോമുകൾ ആയിട്ടുണ്ടാകും. അതുകൂടാതെ സ്പിൻഡിൽ ഫൈബറുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? യെസ്, സ്പിൻഡിൽ അസംബ്ലിംഗ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇവിടെ തന്നെ ന്യൂക്ലിയോലസ് ഡിസപ്പിയർ ആകും. ന്യൂക്ലിയർ മെംബ്രെയിനും ന്യൂക്ലിയർ എൻവലപ്പും ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതൊക്കെ ഡിസപ്പിയർ ആയി പോകും. അങ്ങനെ പ്രൊഫേസ് 1 നിന്ന് നമ്മൾ പതിയെ 5 സബ്ഫേസുകൾ കഴിഞ്ഞ് നേരെ ഇറങ്ങുന്നത് മെറ്റാഫേസ് 1ലേക്കാണ്. ഇവിടെ ബൈവാലന്റ് ക്രോമസോമുകൾ ഒരുമിച്ച് ഇക്വറ്റോറിയൽ പ്ലെയിനിൽ നിരന്ന് നിൽക്കുന്നുണ്ടാകും. മൈക്രോ ട്യൂബ്യൂളുകൾ ഓപ്പോസിറ്റ് പോളുകളിൽ സ്പിൻഡിൽ ഫൈബറിനെ ഉണ്ടാക്കി അത് കൈനറ്റോകോറിൽ വന്ന് നിർത്തും. നേരത്തെ മൈറ്റോസിസ് പറഞ്ഞ പോലെ തന്നെ കൈനറ്റോകോറിൽ വന്ന് നിർത്തി അതിന്റെ ഇക്വേറ്ററിൽ നിർത്തും. കൈനറ്റോകോറിൽ ജോയിൻ ചെയ്തിട്ട് ഇക്വേറ്ററിൽ നിരന്ന് നിൽക്കും. അത് മെറ്റാഫേസ് 1. ഇനി മെറ്റാഫേസ് 1 നേരെ അനാഫേസ് 1ലേക്ക് പോകും. സ്പ്ലിറ്റിംഗ് നടക്കേണ്ട അനാഫേസ് 1ലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഹോമോലോഗസ് ക്രോമസോമുകൾ സെപ്പറേറ്റ് വൈൽ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് റിമെയിൻ അസോസിയേറ്റഡ് അറ്റ് ദി സെൻട്രോമിയേഴ്സ്. അതായത് ഹോമോലോഗസ് ക്രോമസോമുകൾ സ്പ്ലിറ്റ് ആകുന്നു, ദെൻ അത് സെപ്പറേറ്റ് ആകുന്നു. സെപ്പറേറ്റ് ആയതിനു ശേഷം ടീലോഫേസിലേക്ക് ലാസ്റ്റ് ഓപ്പോസിറ്റ് പോളുകളിലേക്ക് നീങ്ങിയിട്ട് ടീലോഫേസ് 1ലേക്കാണ് നെക്സ്റ്റ് എൻ്റർ ചെയ്യുന്നത്. ന്യൂക്ലിയർ മെംബ്രെയിൻ ആൻഡ് ന്യൂക്ലിയോലസ് ഈ ടീലോഫേസ് എത്തുമ്പോഴേക്ക് എന്ത് ചെയ്യും? റീഅപ്പിയർ ചെയ്യും, അത് തിരിച്ചു വരും. ആൻഡ് 2 ഹാപ്ലോയിഡ് ഡോട്ടർ ന്യൂക്ലിയസ്, അതായത് 2 ഡോട്ടർ ന്യൂക്ലിയസുകൾ ഫോം ചെയ്യും കേട്ടോ. അതിന് ഡയാഡ് എന്നാണ് പറയുന്നത്. സോ നമുക്ക് ഇത് ടീലോഫേസ് 1 കഴിഞ്ഞപ്പോഴേക്കും 2 എണ്ണം ഓൾറെഡി കിട്ടി. എത്ര എണ്ണമാണ്? 2 എണ്ണം കിട്ടി. പക്ഷേ മിയോസിസ് തീർന്നിട്ടില്ലല്ലോ. മൈറ്റോസിസ് പോലൊരെണ്ണം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഇവിടെ 2 എണ്ണം കിട്ടിക്കഴിഞ്ഞു. സൈറ്റോകൈനസിസ് മേ ഓർ മേ നോട്ട് ഒക്കർ. ഇവിടെ ചിലപ്പോൾ സൈറ്റോകൈനസിസ് നടക്കാം, അല്ലെങ്കിൽ സൈറ്റോകൈനസിസ് നടക്കണമെന്നില്ല. ഇനി ഇവിടെ ടീലോഫേസിന്റെ എൻഡിലുണ്ടായ 2 പുതിയ സെല്ലുകൾ എങ്ങോട്ട് പോകും? യെസ്, ഇന്റർകിനസ് അല്ലെങ്കിൽ ഇന്റർകൈനസിസ് എന്ന് പറയുന്ന 2 മിയോസിസ് 1നും ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ മക്കളെ. വാട്ട് ഈസ് ഇന്റർകൈനസിസ്? അതായത് ഇമ്പോർട്ടന്റ് ആണ്. 2 മിയോസിസുകൾക്ക് മിയോസിസ് 1നും മിയോസിസ് 2നും ഇടയിലുള്ള ആ ഒരു സിംഗിൾ സ്റ്റേജ്, ഒരു കുഞ്ഞു സ്റ്റേജ് ആണ്. ആ സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് ഇന്റർകിനസിസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇന്റർകൈനസിസ് എന്ന് പറയാം. ഓക്കെ, ആൻഡ് നമുക്ക് ഇന്റർകൈനസിസിനകത്ത് കഴിഞ്ഞാൽ മിയോസിസ് 2ലേക്ക് പോയി. 2 പേരാണ് നേരത്തെ ഓൾറെഡി അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നത്. ഫസ്റ്റും സെക്കൻഡും സെല്ലുകൾ ഓൾറെഡി എവിടെ ഉണ്ടായിട്ടുണ്ട്? മിയോസിസ് 1ൽ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അവർ 2 പേരും മിയോസിസ് 2ൽ കയറണ്ടേ? അപ്പൊ മിയോസിസ് 2 എന്ന് പറയുന്നത് ഒരു മൈറ്റോസിസിന് ഇക്വാലന്റ് ആണ്. അതിന് 4 ഫേസുകളാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയുന്നത്. നോക്കിക്കേ, പ്രൊഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2, ടീലോഫേസ് 2. കണ്ടോ? ഇവിടെ ഒരെണ്ണം മെറ്റാഫേസിൽ വരുമ്പോൾ നടുക്ക് അലൈൻ ചെയ്യുന്നു, ദെൻ അനാഫേസിൽ സ്പ്ലിറ്റ് ആകുന്നു, പുതിയതേ 2 എണ്ണം ഉണ്ടാകുന്നു. ഇവിടെ 2 എണ്ണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളത് മനസ്സിലാക്കാം മക്കളെ. ഇപ്പൊ നമുക്ക് ഓൾറെഡി എത്ര എണ്ണം ഉണ്ടായിട്ടുണ്ട്? മിയോസിസ് 1 1, 2 2 സെല്ലുകൾ കിട്ടിയിട്ടുണ്ടല്ലോ. ഇവർ 2 പേരും എന്ത് ചെയ്യും? ഈ മെറ്റാഫേസിലൂടെ അനാഫേസിലൂടെയും പാസ് ചെയ്ത് പോകും. സോ ഒരാളിൽ നിന്ന് 1, 2 ഉണ്ടായി, രണ്ടാമത്തെ ആളിൽ നിന്ന് വീണ്ടും 3, 4, അങ്ങനെ ടോട്ടൽ നമുക്ക് 4 എണ്ണമാണ് എന്തുണ്ടായിരിക്കുന്നത്? സെല്ലുകൾ. എന്തിന്റെ അവസാനം ഉണ്ടാവുക? മിയോസിസ് 2ന്റെ അവസാനത്തിൽ എൻഡിൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കുക പ്രൊഫേസ് 2ന്റെ കാര്യങ്ങൾ. ന്യൂക്ലിയർ മെംബ്രെയിൻ ആൻഡ് ന്യൂക്ലിയോലസ് ഡിസപ്പിയർ ഇൻ ബോത്ത് ന്യൂക്ലിയൈ. ക്രോമസോംസ് ബിക്കം കോമ്പാക്ട്. ആൻഡ് മെറ്റാഫേസിലേക്ക് വരുമ്പോൾ നടുവിൽ അലൈൻ ചെയ്ത് നിർത്തണം. അലൈൻഡ് ഇൻ ദി ഇക്വേറ്റർ. കണ്ടോ? ക്രോമസോമുകളെ നടുവിൽ അലൈൻ ചെയ്ത് നിർത്തുന്നത് മെറ്റാഫേസ് 2ൽ വെച്ചിട്ടും മൈക്രോ ട്യൂബ്യൂൾസ് ഫ്രം ദി ഓപ്പോസിറ്റ് പോൾസ് ഓഫ് സ്പിൻഡിൽസ് ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദ കൈനറ്റോകോർ. നേരത്തെ പറഞ്ഞ സെയിം സാധനമാണ് നമ്മുടെ ക്രോമസോമിന്റെ ഇവിടെ ഇരിക്കുന്ന ഹെഡ്സെറ്റ് വെച്ച പോലെയുള്ള കൈനറ്റോകോറിലേക്ക് സ്പിൻഡിൽ ഫൈബറുകൾ വന്ന് അറ്റാച്ച് ചെയ്യുന്നത് മെറ്റാഫേസ് 2ലാണ്. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യും? നിരത്തി നിർത്തും. ഇക്വറ്റോറിയൽ പ്ലെയിനിൽ അതിനെ നിരത്തി നിർത്തും. എന്നിട്ട് അനാഫേസ് 2 എത്തുമ്പോഴോ അത് സൈമൾട്ടേനിയസ് സ്പ്ലിറ്റിംഗ് നടത്തുന്നു. സൈമൾട്ടേനിയസ് സ്പ്ലിറ്റിംഗ് ഓഫ് ദി സെൻട്രോമിയർ ഓഫ് ഈച്ച് ക്രോമസോംസ് അലവിംഗ് ദം മൂവ് ഫോർവേഡ് ഇൻ ഓപ്പോസിറ്റ് പോൾസ്. കണ്ടോ? ഇങ്ങനെ ഇരിക്കുമ്പോൾ ക്രോമസോമുകൾ സ്പ്ലിറ്റ് ആയിട്ട് എന്താണ്? ക്രോമാറ്റിഡുകൾ ഓപ്പോസിറ്റ് പോളുകളിലേക്ക് അലൈൻ ചെയ്ത് ഇങ്ങനെ നിർത്തും. കണ്ടോ? ഇത്ര ഇങ്ങോട്ട് പോയി, ഇത്ര അങ്ങോട്ട് പോയി, അങ്ങനെ 2 എണ്ണം വെച്ച് 2 സെല്ലിൽ 2 എണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് നമുക്ക് അവസാനം 4 എണ്ണം കിട്ടുന്നത്. ആൻഡ് ലാസ്റ്റ് ടീലോഫേസ് 2 എത്തുമ്പോഴേക്കും എന്താണ്? 2 ഗ്രൂപ്പ്സ് ഓഫ് ക്രോമസോംസ് ഗെറ്റ് എൻക്ലോസ്ഡ് ബൈ എ ന്യൂക്ലിയർ എൻവലപ്പ്. അതായത് 2 സെറ്റ് ആളുകളിലും ന്യൂക്ലിയർ എൻവലപ്പ് പരസ്പരം തിരിച്ചു വരും. അതുപോലെ തന്നെ സൈറ്റോകൈനസിസ് ഫോളോസ് റിസൾട്ടിംഗ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ടെട്രാഡ്. കണ്ടോ? 4 ഹാപ്ലോയിഡ്. കണ്ടല്ലോ? ഇതെന്ന് ഈ ഒരു 2 എണ്ണം എൻട്രി ചെയ്തതിൽ നമുക്ക് അവസാനം കിട്ടുന്ന 1, 2, 3, 4 4 എൻ കണ്ടീഷനിലുള്ള ഹാപ്ലോയിഡ് കണ്ടീഷനിലുള്ള 4 പേരെ കിട്ടും. മൈറ്റോസിസിന്റെ അവസാനത്തിൽ നമുക്ക് 2n ഡിപ്ലോയിഡ് ആയിട്ടുള്ള 1, 2 പേരെ ആയിരുന്നില്ല കിട്ടിയിരുന്നത്. ഡിപ്ലോയിഡ്
ഹാപ്ലോയിഡ് കണ്ടീഷനിലുള്ളവരായിരുന്നു കിട്ടിയിരുന്നത്. അത് ഇക്വേഷണൽ ഡിവിഷൻ എന്നാണ് പറഞ്ഞത്. മിയോസിസിന്റെ അവസാനം ഹാപ്ലോയിഡ് കണ്ടീഷനിലുള്ള 4 പേരെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ മിയോസിസിനെ നമ്മൾ എന്ത് വിളിക്കും? യെസ്, റിഡക്ഷൻ ഡിവിഷൻ എന്ന് വിളിക്കും. റിഡക്ഷൻ ഡിവിഷൻ എന്ന് വിളിക്കും. കാരണം വേറെ ഒന്നുമല്ല, പാരന്റ്സിലെ ക്രോമസോം നമ്പറിന്റെ നേരെ പകുതി ആയിരിക്കും ഉണ്ടാകുന്ന ഫൈനൽ ആയിട്ടുള്ള ഓഫ്സ്പ്രിങ്സിൽ കുട്ടികളിൽ കിട്ടുന്നുണ്ടാവുക. സോ മൈറ്റോസിസിനെ ഇക്വേഷൻ ഡിവിഷൻ എന്ന് വിളിക്കാൻ കാരണം പാരന്റ്സിന്റെ ക്രോമസോം നമ്പറും ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ്സിന്റെ ക്രോമസോം നമ്പറും സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ഈക്വൽ അല്ല, അത് ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെ റിഡക്ഷൻ, റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നേരെ പകുതിയാ, 46 ആണ് പാരന്റ്സിലെങ്കിൽ ഉണ്ടാകുന്ന കുട്ടിയിൽ 23 ഉണ്ടാവുള്ളൂ. സോ ഇറ്റ് ഇസ് റെഡ്യൂസ്ഡ് 2n എന്നുള്ള സ്റ്റേജിൽ നിന്ന് അത് n എന്ന് വന്നു, ഹാപ്ലോയിഡ് ആയല്ലേ. സോ ഇതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നു? റിഡക്ഷൻ ഡിവിഷൻ എന്ന് വിളിക്കുന്നു. അപ്പൊ ഇക്വേഷനിലും റിഡക്ഷൻ എന്ന് വിളിക്കാനുള്ള എന്റെ റീസൺ എന്റെ മക്കളും നോക്കിക്കൂടാ. മൈറ്റോസിസിന്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞതുപോലെ മിയോസിസിന്റെ സിഗ്നിഫിക്കൻസ് അറിഞ്ഞിരിക്കുകയാണ്. ഫോർമേഷൻ ഓഫ് ഗ്യാമേറ്റ്സ് കേട്ടോ. സെക്ഷൽ റീപ്രൊഡക്ഷന്റെ സമയത്ത് ഗ്യാമേറ്റുകൾ ഉണ്ടാവാൻ, ഇപ്പൊ സ്പേമും ഓവോ ആണ് മെയിൽസിന്റെയും ഫിമെയിൽസിന്റെ കേസിൽ, ഹ്യൂമൻ ബീസിൽ പറയുന്നെങ്കിൽ അത് ഏത് ഓർഗാനിസത്തിലാണെങ്കിലും സെക്ഷൽ കോൺടാക്ടിന്റെ സമയത്ത് അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ സമയത്ത് ഗ്യാമേറ്റുകൾ ഉണ്ടാവാൻ സഹായിക്കുന്നത് ഈ പറയുന്ന മിയോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷൻ തന്നെയാണ്. ജനറ്റിക് വേരിയബിലിറ്റി ഉണ്ടാക്കാൻ സഹായിക്കുന്നത് ആരാണ്? മിയോസിസ് ആണ്. ഡെഫിനറ്റ്ലി മെയിൻ്റനൻസ് ഓഫ് ക്രോമസോം നമ്പർ, നമ്മുടെ ശരീരത്തിലെ ക്രോമസോമിന്റെ നമ്പർ മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നത് മിയോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷൻ ആണ്. ബട്ട് റെഡ്യൂസിംഗ് ദ ക്രോമസോം നമ്പർ ഇൻ ഗാമേറ്റ്സ്, ക്രോമസോമൽ നമ്പർ ഇസ് റിസ്റ്റോർഡ് ബൈ ഫെർട്ടിലൈസേഷൻ ഓഫ് ഗാമേറ്റ്സ്. അത് ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. ഇപ്പോ നമ്മൾ പറഞ്ഞു ഗ്യാമേറ്റ് ഉണ്ടാകുന്ന സമയത്ത് പാരന്റ്സിൽ നിന്ന് വരുന്ന 23 ആണ് ഫാദറിന് കിട്ടുന്നത്, ആൻഡ് 23 മദറിന്റെയിലും കിട്ടിയെന്ന് കരുതുക. ഗ്യാമേറ്റ് ഉണ്ടായപ്പോൾ ഇത് രണ്ടും കൂടെ കൂടിച്ചേരൂലേ? കൂടിച്ചേർന്നിട്ടാണല്ലോ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. സോ വീണ്ടും 23 21 കൂടിച്ചേർന്ന് 46 പഴയതുപോലെ തന്നെ ആവില്ലേ? ഇങ്ങനെ ഗ്യാമേറ്റ് ഉണ്ടാകുന്ന സമയത്ത് കുറയ്ക്കുന്നുണ്ടെങ്കിൽ പോലും ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ ടൈമിൽ ഇത് രണ്ടും കൂടെ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ കൂടിച്ചേരുന്ന സമയത്ത് ആ റെഡ്യൂസ് ചെയ്ത രണ്ടുപേരും കൂടി ചേർന്ന് വീണ്ടും എന്താകുന്നുണ്ട്? പഴയതുപോലെ ഒരു കണ്ടീഷനിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ആൻഡ് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ ഈ പറയുന്ന സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ്. സെൽ സൈക്കിളും മൈറ്റോസിസും മിയോസിസും ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ആ കാര്യങ്ങളിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ വരുള്ളൂ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ 3 കാര്യങ്ങളും പഠിച്ചിട്ട് ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഏത് എക്സാം എഴുതാൻ പോകാനായിട്ട് പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അടിപൊളിയായിട്ട് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നോക്കുക. സോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻസുമായിട്ട് നമുക്ക് വൺസ് അഗൈൻ മീറ്റ് ചെയ്യാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ, സീ യു.